പടിക്കൽ, അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നത് മാത്രമല്ല, ഒരു കേസിൽ ഇത്രയും പ്രതികൾക്ക് വധശിക്ഷ നൽകുക എന്നുള്ള വളരെയധികം പ്രത്യേകതയും ഈ കേസിനുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ നേരിട്ട് പങ്കാളികളായവർക്കും ഗൂഢാലോചന നടത്തുകയും സഹായിക്കുകയും ചെയ്തവർക്കും ഒരേപോലെ വധശിക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞത്? തീർച്ചയായും ഈ കേസില് പ്രോസിക്യൂഷന്റെ അന്വേഷണ ഏജൻസി ശേഖരിച്ച തെളിവുകൾ ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള തെളിവുകൾ തന്നെയാണ് ശേഖരിച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ കേസിലെ ഒരു പ്രതിയും നിയമത്തിന്റെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ പാടുള്ളതല്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയുള്ള ഒരു അന്വേഷണമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ, ആ അന്വേഷണ ടീം നടത്തിയത്. സ്വാഭാവികമായും കോടതിയിൽ എത്തിയ സമയത്ത് തെളിവുകൾ അതേപോലെയുള്ള ശക്തമായി തന്നെ കോടതിയിൽ അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. അതുകൊണ്ട് തന്നെ പ്രതികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, 15 പ്രതികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളും സംശയത്തിന് അതീതമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചത് ആ അന്വേഷണത്തിന്റെ മികവ് കൊണ്ട് തന്നെയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ അതിനകത്ത് ഒരു ഉപകരണം മാത്രമാണ്. കോടതിയിൽ അന്വേഷണ ഏജൻസി കൊണ്ടുവരുന്ന തെളിവുകൾ കോടതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് ഞാൻ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. എന്തായാലും ഞാനും എന്നോടൊപ്പമുള്ള എന്റെ ജൂനിയർ അഭിഭാഷകരും ഈ കേസിനകത്ത് പരിപൂർണമായ മനസ്സോടുകൂടി തന്നെ പ്രയത്നിച്ചു. ഞങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടി എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ കോടതി നടത്തിയ പ്രധാന നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വിധിപ്പകർപ്പ് പൂർണ്ണമായിട്ടും പുറത്തു വന്നിട്ടുണ്ടോ ശ്രീ പ്രതാപ് ജി പടിക്കൽ? അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിനും ഉപരിയായിട്ട് മറ്റു ചില മാനങ്ങൾ കൂടി ഇക്കാര്യത്തിൽ കോടതി നിരീക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ. കോടതി വിധിപ്പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഈ കേസിനകത്ത് കോടതി കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രധാന ഒബ്സർവേഷൻ എന്ന് പറയുന്നത് തന്നെ ജനാധിപത്യത്തിന്റെ നെടുന്തൂണുകളിൽ ഒന്ന് തന്നെയാണ് നിയമവ്യവസ്ഥ. അതുകൊണ്ട് തന്നെ ആ ജനാധിപത്യത്തിനെതിരായും നിയമവ്യവസ്ഥക്കെതിരായുമുള്ള എന്ത് നീക്കങ്ങൾ നടന്നാലും ശരി, അവിടെ ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ടത് കോടതികൾ തന്നെയാണ്. ആ ഒരു ഒബ്സർവേഷന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കോടതി കണ്ടെത്തിയത്. കോടതി കണ്ടെത്തിയ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് 12 പേർ ചേർന്ന് നിരായുധനായ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ പുരയിൽ കയറി അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. അതിന് മുന്നൊരുക്കങ്ങൾ നടത്തുന്ന, അതിന് ഗൂഢാലോചനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന മറ്റാളുകളുമുണ്ട്. അവർക്ക് ആർക്കും തന്നെ നിയമത്തിന്റെ യാതൊരു തരത്തിലുള്ള ഇളവുകളും നൽകാൻ സാധിക്കുന്നതല്ല എന്നുള്ള തരത്തിലുള്ള നിരീക്ഷണമാണ് കോടതി കണ്ടെത്തിയത്. പ്രോസിക്യൂഷന്റെ ശിക്ഷയമേലുള്ള പ്രോസിക്യൂഷന്റെ വാദവും പ്രധാനമായും അത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾ എന്നുള്ള അവസ്ഥയിലേക്ക് ഈ കേസ് എത്തിയത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കൊലപാതകത്തിന്റെ ആസൂത്രണം ഏത് രീതിയിലായിരുന്നു? അത് ഏത് രീതിയിൽ കോടതിയിൽ അവതരിപ്പിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞു? താങ്കൾക്കും പോലീസിനും സാധിച്ചു? അത് കോടതിയുടെ നിരീക്ഷണങ്ങളിൽ എത്രമാത്രം ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ആസൂത്രകരുടെ പങ്കാളിത്തം കൂടി? ഈ കേസില് ഒരു സാധാരണ രാഷ്ട്രീയ കൊലപാതകം പോലെ പല്ലിന് പല്ല് എന്നുള്ള തരത്തിൽ നടന്ന ഒരു കൊലപാതകമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അന്വേഷണ ഏജൻസി അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ ചില സംഗതികൾ അത് കോടതി തെളിവായി വന്നിട്ടുള്ളത് കൊണ്ട് മാത്രം ഞാനത് ഇവിടെ പറയാം. ചേർത്തലയിലെ നന്ദുകൃഷ്ണ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു RSS പ്രവർത്തകൻ കൊല ചെയ്യപ്പെടുന്നു. സ്വാഭാവികമായും ആ കൊലപാതകത്തിന് ഒരു റിട്ടാലിയേഷൻ മൂവ്മെന്റ് ഉണ്ടാകും എന്ന് ആ കേസിനകത്തെ പ്രതിഭാഗത്തുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അവയുടെ മറ്റൊരു സംഘടന SDPI എന്നീ സംഘടനകളിലെ പ്രവർത്തകർ ചിന്തിക്കുന്നു. അങ്ങനെ ഒരു റിട്ടാലിയേഷൻ മൂവ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പകരം കൊല ചെയ്യപ്പെടേണ്ടത് ആരെയാണ് എന്നുള്ള ഒരു അന്വേഷണം അവർ നടത്തുന്നു. അതിനുവേണ്ടി അവരൊരു ലിസ്റ്റ് തയ്യാറാക്കുന്നു. ആ ലിസ്റ്റിൽ ഒന്നാം പേരുകാരനാണ് രഞ്ജിത്ത് ശ്രീനിവാസ്. ആ ലിസ്റ്റ് രഞ്ജിത്ത് ശ്രീനിവാസിനെ കൊണ്ട് അവസാനിക്കുന്നില്ല. ആ ലിസ്റ്റിൽ മറ്റു ധാരാളം ആളുകൾ ആ ലിസ്റ്റ് താഴേക്കുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിലുള്ള ഓരോരുത്തരെയും കൊല ചെയ്യാനുള്ള രീതികൾ എങ്ങനെയാണ്, അവരുടെ വെയറബോട്ട്സ്, അവർ വീടുകളിൽ ആരൊക്കെയുണ്ട്, അവരുടെ വീട്ടിൽ എവിടെയാണ് അവർ താമസിക്കുന്നത്, ആ വീട്ടിൽ തന്നെ അവർ ഏത് മുറിയിലാണ് താമസിക്കുന്നത് തുടങ്ങി വളരെ വിപുലമായ ഒരു അന്വേഷണം ഈ സംഭവം ഇതിന് പിന്നിൽ അവർ നടത്തുന്നു. ആ അന്വേഷണത്തിന്റെ ഭാഗമായി അവർ തയ്യാറാക്കിയ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കൊല ചെയ്യപ്പെടേണ്ടയാളുടെ കൊലപാതക ദിനം എന്നാണ് എന്നുള്ളത് മാത്രം ഒഴിച്ച് ബാക്കി എല്ലാ പ്രിപ്പറേഷനുകളും ആ ടീമുകൾ നടത്തുന്നു. സ്വാഭാവികമായും ഇനി എന്നാണ് കൊലപാതകം എന്നുള്ള തീയതിയിലേക്ക് അവർ കാത്തിരിക്കുമ്പോഴാണ് 2021 ഡിസംബർ 18, അതായത് രഞ്ജിത്ത് ശ്രീനിവാസ് കൊല ചെയ്യപ്പെടുന്നതിന് തലേ ദിവസം രാത്രിയിൽ അവിടെ മറ്റൊരു അനിഷ്ട സംഭവം ഉണ്ടാകുന്നു. ആ അനിഷ്ട സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ഉടൻ തന്നെ തങ്ങൾ കാത്തിരുന്ന ആ ഒരു അവസരം എത്തി എന്ന് മനസ്സിലാക്കി 8 മണി മുതൽ വിവിധ ഘട്ടങ്ങളായി ഈ കേസിനകത്തെ പ്രതികൾ ഉൾപ്പെടുന്നവർ ഗൂഢാലോചനകൾ നടത്തുന്നു. പല സ്ഥലങ്ങളിൽ പല മേഖലകളായി തിരിച്ചും പലരായ കൂട്ടമായി അവർ ഗൂഢാലോചന നടത്തുന്നു.
ആ ഗൂഢാലോചനയുടെ ഭാഗമായി രഞ്ജിത് ശ്രീനിവാസന്റെ ഓഫീസ് ആലപ്പുഴ കോടതിക്ക് നേരെ എതിർവശമാണ്, സത്രത്തിൽ അവിടെയാണ് രഞ്ജിത് ശ്രീനിവാസന്റെ ഓഫീസ്. അപ്പോൾ രാത്രി 9 മണിക്ക് രഞ്ജിത് ശ്രീനിവാസ് അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഈ പ്രതികൾ തന്നെ 2 പേർ അവിടെ ചെന്ന് നോക്കുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായി അവർ തിരിച്ചിത് വന്ന് പറയുന്നു. അപ്പോൾ പിന്നീട് അപ്പോൾ കൊലപാതകം നടത്തണം എന്നുള്ളതിനെ കുറിച്ച് വീണ്ടും കൊലപാതക സമയം, മരണസമയം നിശ്ചയിക്കുന്നതിന് വേണ്ടി വീണ്ടും ഗൂഢാലോചന നടത്തുന്നു. രാത്രി 1 മണിക്ക് കൊലപാതകം നടത്താൻ വേണ്ടി നിശ്ചയിക്കപ്പെടുന്നു. ആ രാത്രി 1 മണിക്ക് കൊലപാതകം നടത്താൻ നിശ്ചയിച്ചപ്പോൾ ഇതിനു വേണ്ടി 2 ടീമുകളെ അതിനുവേണ്ടി അവർ ഒരുക്കുന്നു. SDPI പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ സംഘടനകൾക്ക് മേധാവിത്വമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന മണ്ണഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്തു നിന്നും 8 പേരടങ്ങുന്ന ഒരു ടീമിനെയും, ആലപ്പുഴ ടൗൺ കേന്ദ്രീകരിച്ച് അവിടെ നിന്നും 4 പേരടങ്ങുന്ന ഒരു ടീമിനെയും അവർ ഇതിനായി നിയോഗിക്കുന്നു. ഈ 2 ടീമുകളും കൂടി 8 പേർ മണ്ണഞ്ചേരിയിൽ നിന്നും 4 ഇരുചക്ര വാഹനങ്ങളിലും ആലപ്പുഴ ടൗണിൽ നിന്നുള്ള 4 പേർ 2 ഇരുചക്ര വാഹനങ്ങളിലുമായി രാത്രി 1 മണിയോട് കൂടി ആലപ്പുഴ ടൗണിൽ രഞ്ജിത് ശ്രീനിവാസന്റെ വീടിന് സമീപത്ത് തന്നെ എത്തുന്നു. അതിലൊക്കെ തെളിവുകൾ നമുക്ക് ശേഖരിക്കാൻ ഉണ്ട്. അത് കണ്ട സാക്ഷികളുണ്ട്. മാത്രമല്ല മൊബൈൽ ഫോണുകൾ, ടവർ ലൊക്കേഷനുകളുണ്ട്. അപ്പോൾ അവരവിടെ എത്തിയ സമയത്ത് യാദൃശ്യമായി ആലപ്പുഴ നഗരത്തിലെ ഒരു പോലീസ് ജീപ്പ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നതായി കണ്ടു. അപ്പോൾ അവര് പെട്ടെന്ന് ധരിച്ചു ഇത് രഞ്ജിത് ശ്രീനിവാസനെ എന്റെ വീടിന്റെ അവിടേക്ക് ഇപ്പോൾ പോകുന്നത് ശുഭകരമല്ല എന്ന് അവർ കണ്ടെത്തിയ അടിസ്ഥാനത്തിൽ അവർ തിരികെ പോരുന്നു. ഈ തിരികെ പോന്നു കഴിയുമ്പോൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കൊലപാതകം നടത്തേണ്ട അടുത്ത സമയം നിശ്ചയിക്കുക എന്നുള്ളതാണ്. അതിന് ഉടൻ തന്നെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള റോഡിൽ വെച്ച് അടുത്ത സെറ്റ് ഗൂഢാലോചന നടത്തുന്നു. ആ ഗൂഢാലോചനയിൽ സ്വാഭാവികമായും ആ കൊലപാതകത്തിന്റെ സമയം 19-ാം തീയതി രാവിലെ 6 മണിക്ക് ശേഷം ഈ കൊലപാതകം നടത്താമെന്ന് അവിടെ വെച്ച് നിശ്ചയിക്കുന്നു. അതിനും സാക്ഷികളുണ്ട്, ടവർ ലൊക്കേഷനുകളെല്ലാം അതിനെ സഹകരിക്കുന്നുണ്ട്. അതിനുശേഷം ഈ കൊലപാതക സമയം മണ്ണഞ്ചേരിയിലുള്ള ടീമിനേക്കും അതേപോലെ തന്നെ ആലപ്പുഴ ടൗണിലുള്ള ടീമിലേക്കും പരസ്പരം വിളിച്ചറിയിച്ച് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം രാവിലെ 6 മണിയോടുകൂടി മണ്ണഞ്ചേരിയിൽ നിന്നും കഴിഞ്ഞ ദിവസം തലേദിവസം നടന്നതുപോലെ തന്നെ വീണ്ടും 4 ബൈക്കുകളിലായി 8 പേരും ആലപ്പുഴ ടൗണിൽ നിന്നുള്ള 4 പേർ 2 ഇരുചക്ര വാഹനങ്ങളിലായിട്ട് അവിടെ എത്തുന്നു. ഈ രഞ്ജിത് ശ്രീനിവാസന്റെ വീടിന് സമീപത്ത് ദൊരൈസാർ ഇടറോഡ് എന്ന് പറഞ്ഞ ഇടറോഡുണ്ട്. ആ ഇടറോഡിൽ കൂടി ഈ 6 വാഹനങ്ങളിൽ 12 പേർ ഒരു ട്രയൽ റൺ നടത്തുന്നു. ആ ട്രയൽ റൺ നടത്തിയ ശേഷം തിരികെ വന്നിട്ട് വീണ്ടും അവർ ആ ഒഫൻസിലേക്ക്, അത് മറ്റാരെങ്കിലും ഇവിടെ ഉണ്ടോ, പോലീസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആയിരിക്കാം ആ ട്രയൽ റൺ നടത്തിയത്. ഇനിമേ അതിനുശേഷം തിരികെ വന്ന് വീണ്ടും ആ റോഡിൽ കയറി അവർ നേരെ രഞ്ജിത് ശ്രീനിവാസന്റെ വീട്ടിലേക്ക് എത്തുന്നു രാവിലെ 6:30. അപ്പൊ ആ സമയത്ത് വീട്ടില് രഞ്ജിത്തിന്റെ അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഇളയ കുട്ടിയുണ്ട്. നേരെ കയറുന്നു. അതിൽ 12 പേർ എത്തിയവരിൽ 8 പേർ നേരെ പുരയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നു. 3 പേർ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നു. ഒരാൾ അടുക്കള ഭാഗത്തേക്ക് പോകുന്നു. അകത്തേക്ക് പുറത്തു നിന്നവരുടെയും അകത്തേക്ക് കയറുന്നവരുടെയും കയ്യിലെല്ലാം മരങ്ങളായ ആയുധങ്ങളുണ്ട്. പുറത്ത് നിന്നവർക്ക് കൊടുത്തിരുന്നുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ രഞ്ജിത്ത് അകത്ത് കയറിയവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അപായപ്പെടുത്തുക. അതുകൂടാതെ രഞ്ജിത്തിനെ നിലവിളി കേട്ടുകൊണ്ട് ആരെങ്കിലും സഹായിക്കാനായി വരികയാണെങ്കിൽ അവരെ നിങ്ങൾ ആക്രമിക്കുകയോ തടയുകയോ ചെയ്യുക. ഈ നിർദ്ദേശം അവർക്ക് കൊടുക്കുന്നു. അകത്തേക്ക് കയറിയ ടീമിനോ കൊടുത്തിരുന്ന നിർദ്ദേശം എത്രയും വേഗത്തിൽ കുറ്റകൃത്യം നടത്തിയിട്ട് പോരുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം 1.5 മിനിറ്റ് കൊണ്ടാണ് രഞ്ജിത് ശ്രീനിവാസന്റെ ശരീരത്തിൽ ഇത്രമാത്രം മാരകങ്ങളായ ഉപദ്രവങ്ങൾ അവർ ഏൽപ്പിക്കുന്നത്. ആ ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുന്ന ആ കൂട്ടത്തിൽ തന്നെ രഞ്ജിത്തിന്റെ വയോധികയായ ആ അമ്മയെ ഉപദ്രവിക്കുന്നു. വാളുകൊണ്ട് ആ അമ്മയുടെ പുറത്ത് മുറിവേൽപ്പിക്കുന്നു. രഞ്ജിത്തിന്റെ ഭാര്യയെ പിടിച്ചു തള്ളി മാറ്റുന്നു. രഞ്ജിത്തിന്റെ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് കൊലപാതകം നടത്തുന്നു. ഏറ്റവും മകസറിനകത്ത് കണ്ട ഏറ്റവും വിഷമം ഉണ്ടാക്കിയ സംഗതി എന്ന് പറയുന്നത് രഞ്ജിത്ത് കൊല ചെയ്ത് പെട്ട് കിടക്കുന്ന സ്ഥലത്തിന്റെ തൊട്ട് സമീപത്ത് ഉള്ള ഒരു കോൺക്രീറ്റ് തൂണുള്ള അല്ലെങ്കിൽ അതുപോലത്തെ ഉള്ള ഒരു ഭിത്തി അലമാരയുണ്ട്. ആ ഭിത്തി അലമാരയിൽ ഏകദേശം 1 അടി 1.5 അടി ആഴത്തിലാണ് ഒരു വെട്ടുപാട് പതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം മാരകമായിട്ടുള്ള വെട്ടുകളാണ്, ആക്രമണമാണ് നടത്തിയത്. മാത്രമല്ല വലിയ പരിശീലനം കിട്ടിയ ആളുകൾ കൂടിയാണല്ലോ. ഈ കേസിന്റെ നടത്തിപ്പ് സമയത്ത് ഈ 15 പേരും ഇപ്പോൾ ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഈ നരാധമന്മാർ ഇവരല്ലാതെ മറ്റാരുടെയെങ്കിലും പങ്കാളിത്തം കോടതി മുന്നിലേക്ക് കൊണ്ടുവന്നിരുന്നു? അതോ ഈ 15 പേരും തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണോ ഈ കൊലപാതകം? മുകളിലുള്ളവരിലേക്ക് സാധാരണയായി അന്വേഷണം എത്താറില്ല. അങ്ങനെയുള്ള സാഹചര്യം ഈ കേസിൽ ഉണ്ടായിരുന്നോ ഏതെങ്കിലും ഘട്ടത്തിൽ? ഈ കേസില് 12 പേർ ആക്ഷനിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. അതിനുശേഷമുള്ള 3 പേര്, ആ 3 പേരിൽ ഒരാള് അവിടുത്തെ SDPIയുടെ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവാണ്. മറ്റു 2 പേരും അതിന്റെ ചുമതലപ്പെട്ടവരാണ്.
ഈ 15 പേരെയാണ് ആദ്യ അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. അവർക്കെതിരെ കുറ്റപത്രമാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഗൂഢാലോചന ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള മറ്റുള്ളവർക്കെതിരെയുമുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ ചിലർ ജാമ്യത്തിൽ പുറത്ത് നിൽക്കുന്നവരാണ്. സ്വാഭാവികമായും അവർക്കെതിരെയുള്ള കുറ്റപത്രവും അന്വേഷണ ഉദ്യോഗസ്ഥൻ താമസമില്ല തന്നെ കോടതിയിൽ സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും അവരും ഈ വിചാരണ നേരിടേണ്ടി വരും. ഈ PFI നിരോധനത്തിന് മുൻപായിരുന്നുവല്ലോ ഈ ആക്രമണവും ഈ നിഷ്ഠൂരമായ കൊലപാതകവും. അപ്പോൾ PFIയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ, അത് ആലപ്പുഴ ജില്ലയിലുള്ള ബുദ്ധി കേന്ദ്രങ്ങൾ, അവരിലേക്കാണോ അന്വേഷണം പോയത്? അവരാണോ ഇപ്പോൾ ഈ അടുത്ത കുറ്റപത്രം കാത്ത് കിടക്കുന്ന ആളുകൾ? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയുടെയും SDPI എന്ന് പറയുന്ന സംഘടനയുടെയും ചില ചുമതലപ്പെട്ടവർ ഈ കേസിൽ പ്രതികളാണ്. അതിൽ അവര് അറിയാതെ ഈ ഒരു സംഭവം ഒരിക്കലും നടക്കുകയില്ല. പ്രത്യേകിച്ച് അതൊരു സംഭവം എന്ന് പറയുന്നത് ഇതൊരു ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷൻ ആകുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഉയർന്ന ആളുകൾ അത് അറിയാതെ നടത്തി എന്നൊന്നും വിശ്വസിക്കാൻ സാധാരണക്കാരന് പോലും സാധിക്കുകയില്ല. ഈ കേസിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരും ശരിയായ ദിശയിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ തന്നെ അവർ നടത്തിയ ആ ഗൂഢാലോചനയുടെ പങ്ക് വെളിച്ചത്ത് വരുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കപ്പെടാത്തതുകൊണ്ട് ആ കാര്യത്തിനെ കുറിച്ച് പറയാൻ എനിക്ക് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് അതിലേക്ക് എനിക്ക് കൂടുതലായിട്ട് ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. ഇത് ഈ പട്ടിക തയ്യാറാക്കി നടത്തിയ കൊലപാതകം എന്നതിലേക്ക് വിരൽ ചൂണ്ടിയത് ഒരു പ്രധാന പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണല്ലോ. ആ നിർണായക വിവരങ്ങൾ അതെന്തായിരുന്നു? ഈ കേസിലെ 3-ാം പ്രതിയായ അനൂപ് എന്നയാളെ അറസ്റ്റ് ചെയ്ത ശേഷം അനൂപിന്റെ ഭാര്യ വീട് കോട്ടയത്തിന് സമീപമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശാനുസരണം നടത്തിയ ഒരു റെയ്ഡിൽ ആ വീട്ടിലുണ്ടായിരുന്നത് അനൂപിന്റെ ഭാര്യയും ഭാര്യാപിതാവുമായിരുന്നു. ആ വീട്ടിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തു. ആ കണ്ടെടുത്ത ഫോണിൽ നിന്നും അത് RFSലേക്ക് വിട്ടു, ലാബിലേക്ക് വിട്ടു. അവിടെ നിന്നും അതിലെ ഡേറ്റാസ് എക്സ്ട്രാക്ട് ചെയ്തു. ആ ഡേറ്റാസ് എക്സ്ട്രാക്ട് ചെയ്ത ശേഷം നടത്തിയ പരിശോധനയിൽ അതിൽ ഒരു ലിസ്റ്റ് ആണ് കണ്ടത്. ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ച ആ ലിസ്റ്റ് അതിൽ നിന്ന് കണ്ടെത്തി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റ് മൊബൈൽ ഫോണുകളിൽ കൂടി സ്പ്രെഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ സൂക്ഷിക്കുകയോ ചെയ്ത് അത് അടുത്ത ആളുകൾക്ക് കൈമാറ്റം ചെയ്യുന്ന തരത്തിലുള്ള, അതിൽ സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും ഞാനിപ്പോ പറയുന്നത് ശരിയല്ല. കാരണം മൊബൈൽ ഫോൺ കണ്ടെത്തുന്ന സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നത് അനൂപിന്റെ ഭാര്യ കൂടി ഉണ്ടായിരുന്നു. അത് തുടർന്നുള്ള അന്വേഷണത്തിൽ തെളിയട്ടെ. അപ്പോൾ ആ തരത്തിലുള്ള ഒരു രീതിയാണ് പോപ്പുലർ ഫ്രണ്ട് ഈ ഒരു കേസിനകത്ത് നടത്തിയത് എന്നുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കേസിനകത്ത് ഇവരാരും തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെയോ SDPIയുടെയോ പ്രവർത്തകരല്ല എന്ന് തെളിഞ്ഞിട്ടില്ല. ഇവരെല്ലാവരും പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും പ്രവർത്തകരാണ് എന്നുള്ള അതേ രീതിയിൽ തന്നെയാണ് കേസിന്റെ അന്വേഷണം നടത്തിയിട്ടുള്ളതും അതുപോലെ തന്നെ തെളിവുകൾ കോടതി അവതരിപ്പിച്ചിട്ടുള്ളതും ആ തെളിവുകൾ കോടതി സ്വീകരിച്ചിട്ടുള്ളതും. അതല്ല എന്ന് തെളിയിക്കാൻ പ്രതികൾക്കും സാധിച്ചിട്ടില്ല. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് മുൻപ് ഈ കേസിന്റെ നടത്തിപ്പിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? ഇടപെടലുകൾ ഉണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിയമത്തിന്റെ വഴിയെ പോയപ്പോൾ അവിടെയുള്ള തടസ്സങ്ങൾ ഉണ്ടായോ? ഈ വളരെയധികം പണം ചെലവാക്കി ഈ പ്രതികളെ പുറത്തെത്തിക്കുവാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നോ? കേസിന്റെ അന്വേഷണ ഘട്ടത്തിലേക്കുള്ള ഇടപെടലുകൾ, പുറത്തുനിന്നുള്ള ഇടപെടലുകളൊന്നും അന്വേഷണ ഏജൻസി അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ കേസിന്റെ അന്വേഷണത്തിന്റെ ഇടയിലേക്ക് മറ്റു ഇടപെടലുകൾ നടത്തിയിട്ടില്ല. പക്ഷെ ഇവിടെ പറയേണ്ട ഒരു സംഗതി, ഈ കേസിൽ സാക്ഷി പറയാനായിട്ട് എത്തിയ, സംഭവം കണ്ടവരും അതല്ലാത്തവരുമായ മത്സരം പോലെയുള്ള കാര്യങ്ങൾക്കകത്ത് അറ്റസ്റ്റഡ് ആയിട്ടുള്ള സാക്ഷികളൊക്കെ അവരെല്ലാവരും ജീവൻ ഭയത്തോടു കൂടി തന്നെയാണ് കോടതിയിൽ എത്തിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം പലരും കോടതിയിൽ വരുന്ന പറയുമ്പോൾ തന്നെ അവരുടെ ശരീരഭാഷയിൽ നിന്നും ഈ പ്രതികളെ അവർ എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളത് വ്യക്തമായിരുന്നു. കാരണം ഈ ഒരു സംഘടന, ഇങ്ങനത്തെ ഒരു സംഘടനയ്ക്കെതിരായി അല്ലെങ്കിൽ സംഘടന നടത്തിയ ഒരു ക്രൂരമായ കൊലപാതകത്തിന്റെ മറ്റു കാര്യങ്ങൾക്കായിട്ട് സാക്ഷി പറയുമ്പോഴും അവരുടെ മനസ്സിലെ ഭയം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അവരുടെ ആ പ്രവൃത്തികളിൽ നിന്നും അവരുടെ ശരീരഭാഷയിൽ നിന്നും എനിക്കത് ബോധ്യം വന്നിട്ടുള്ളതാണ്. എങ്കിൽ പോലും അതിൽ ഏകദേശം ഭൂരിപക്ഷത്തോളം പേർക്കും ആത്മധൈര്യം നൽകി അവർ കണ്ട കാര്യങ്ങളും അവർ ചെയ്ത കാര്യങ്ങളും കോടതിയിൽ പറയിക്കുവാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി ശ്രീ പ്രതാപ് ജി പടിക്കൽ, ഇതിപ്പോൾ പല കോണുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്.
ഒരു കേസിൽ ഇത്രമാത്രം പ്രതികൾക്ക് വധശിക്ഷ കിട്ടുന്നത് കേരളത്തിൽ ആദ്യമായതുകൊണ്ട് തന്നെ ഈ നേരിട്ട് പങ്കാളികളല്ലാത്തവർക്കും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായ ആളുകൾ അതുപോലെ തന്നെ സഹായിച്ചവർ എന്നുള്ള രീതിയിൽ വധശിക്ഷ നൽകുമ്പോൾ മേൽക്കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടില്ലേ എന്ന് എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് പ്രോസിക്യൂഷനും പോലീസിനും ഇപ്പോൾ മേൽക്കോടതിയിലും ഇതേ ജാഗ്രത കൊണ്ടു നടക്കാമെന്ന്? പൂർണ്ണമായും ആത്മവിശ്വാസം പ്രോസിക്യൂഷനും പോലീസിനും ഇതിനകത്തുണ്ട്. കാരണം ഇതൊരു ക്ലിയർ കേസാണ്. സെക്ഷൻ 149 IPC പ്രകാരം കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളാകുന്നവർ മാത്രമല്ല, ആ കുറ്റകൃത്യത്തിന് പങ്കാളിത്തം ഇൻഡയറക്റ്റ് ആയിട്ടുള്ളവർക്കും ആ കുറ്റകൃത്യം നടത്തിയതിന് തുല്യമായിട്ടുള്ള ശിക്ഷ അവർക്കും ലഭിക്കാൻ അർഹരാണ്. മറ്റൊരു സംഗതി, കൊലപാതകത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണമല്ല ഒരു കേസിലെ അത് അപൂർവമാണോ എന്ന് നിശ്ചയിക്കുന്നത്. ഒരുപക്ഷെ 100 പേർ കൊല ചെയ്യപ്പെട്ട കേസിനകത്ത് ജീവപര്യന്തം ശിക്ഷയാവാം, ഒരാൾ കൊല്ലപ്പെട്ട കേസിനകത്ത് വധശിക്ഷയാവാം. അത് ആ കൊലപാതകത്തിന്റെ രീതിയും അത് സമൂഹത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള എത്രമാത്രം വലിയ ആഘാതമാണ് എന്നുള്ളതും കൂടി വധശിക്ഷ പോലെയുള്ള വലിയ ശിക്ഷകൾ നൽകുന്ന സമയത്ത് കോടതിയിൽ പരിഗണിക്കാറുണ്ട്. ഈ കേസ് അതുകൊണ്ട് തന്നെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച മരവിപ്പിച്ച ഒരു കുറ്റകൃത്യമാണെന്ന് കോടതി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷന്റെ ആ ഒരു വാദം കോടതി സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന് വേണ്ടുന്ന റിപ്പോർട്ടുകൾ ഈ കേസിനകത്ത് നോക്കൂ. നിങ്ങൾ ഈ കേസിൽ പ്രതികൾക്ക് വധശിക്ഷ നൽകിയത് വെറുതെ വധശിക്ഷ നൽകിയായിരുന്നില്ല ഉണ്ടായിരുന്നത്. പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ശേഷം കോടതി ഭരണകൂടത്തിന്റെ റിപ്പോർട്ട് വിളിച്ചു, പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് വിളിച്ചു, പ്രതികൾ തടവ് ശിക്ഷ അനുഭവിച്ച അല്ലെങ്കിൽ വിചാരണ തടവുകാരായി കഴിഞ്ഞ സബ് ജയിലിൽ നിന്നുമുള്ള റിപ്പോർട്ട് ശേഖരിച്ചു. പ്രതികളുടെ മാനസിക നില എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സൈക്യാട്രി വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ഇങ്ങനെ വിവിധങ്ങളായ റിപ്പോർട്ടുകൾ കൂടി ശേഖരിച്ച ശേഷം പ്രതികൾക്ക് പറയാനുള്ളത് നേരിട്ട് കേട്ടും പ്രതികളുടെ അഭിഭാഷകർക്ക് പറയാനുള്ളത് വാദമുഖേന അവതരിപ്പിച്ചും പ്രോസിക്യൂഷന്റെ വാദം കൂടി കേട്ടതിന് ശേഷം മാത്രമാണ് ഇതിനകത്ത് വിധി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വിധിയിൽ ബഹുമാനപ്പെട്ട മേൽക്കോടതികൾ ഇടപെടും എന്നുള്ള ഒരു തോന്നൽ ഈ അവസരത്തിൽ എനിക്കില്ല. സ്വാഭാവികമായും ട്രയൽ കോടതി വിധിച്ച ഈ വിധി തന്നെ നിലനിൽക്കും. പ്രതികൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവർ അനുഭവിക്കേണ്ടി വരും, അവർ അനുഭവിച്ചേ മതിയാവൂ എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വിശ്വാസം. ശരി ശ്രീ പ്രതാപ് ജി പടിക്കൽ, എന്തായാലും ഈ കേസ്